ക്രിമിനൽ പോലീസിനും മാഫിയ മുഖ്യനുമെതിരെ കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. കിഴക്കേത്തല ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തിയതോടെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നേരിയ സംഘർഷവുമുണ്ടായി. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറും മുൻ മലപ്പുറം SP സുജിത് ദാസും കൃത്യവിലോപം നടത്തിയെന്ന് വ്യക്തമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച മറച്ചുവെക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും രാജിവെച്ച് പുറത്തുപോകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് N ഉണ്ണീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KK ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N മുഹമ്മദ് ബാദുഷ, തൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഹിദ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കന്മാരായ MK മുഹമ്മദ് അലി, അസ്കർ മാമ്പുഴ, P ജാഫർ, മൊയ്തീൻ എളാപ്പ, M ലത്തീഫ്, MK ഹംസക്കുട്ടി, ആദിൽ ജഹാൻ, ഇസുദ്ദീൻ, ജാബിർ കിഴക്കേത്തല, അനീസുദ്ദീൻ, MB സിറാജ് എന്നിവർ നേതൃത്വം നൽകി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസ് ഇന്ത്യക്ക് മാതൃകയായ പോലീസാണ്, ലോകത്തിന് മാതൃകയായ പോലീസാണ്. എന്നാൽ ഇന്ന് ആ പോലീസ് സമൂഹ മധ്യത്തിൽ നാണം കെട്ടുകൊണ്ടിരിക്കുക. അതിൽ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോ നമുക്ക് കാവൽ നിൽക്കേണ്ട വിഭാഗമാണ്. അവർ രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ രാത്രിയിൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോ അവർ ഈ നാട്ടിലൂടെ ഉറക്കമൊഴിച്ച് ഓടി നടക്കുക. കൊള്ളക്കാരെയും അക്രമകാരികളെയും കള്ളന്മാരെയും ഒക്കെ പിടികൂടുന്നതിന് വേണ്ടി, സാമൂഹ്യ ദ്രോഹികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി. പക്ഷെ ഈ പോലീസിനെ നശിപ്പിച്ചത് ഇന്നത്തെ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന നാണംകെട്ട പിണറായി വിജയനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ പറയും പിണറായി വലിയ കൊലക്കൊമ്പനാ, ഊരിപ്പിളിച്ച വാളിന്റെ മുമ്പിൽ നടന്നു പോയവനാ, അയാളും പറയും, പൊങ്ങച്ചൻ പറയും ഞാനൊരു പ്രത്യേക വിദ്യ അങ്ങെടുത്തു, ആക്ഷൻ അങ്ങെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങച്ചം പറയുന്ന ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് മനസ്സിലാക്കിയ പോലീസിന്റെ തലപ്പത്തിരുന്ന ആളുകൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അഴിഞ്ഞാടുകയാണ്. ഞങ്ങൾക്ക് കരുവാരക്കുണ്ടിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസിനോടല്ല ഞങ്ങളുടെ പ്രതിഷേധം, കേരളത്തിലെ പോലീസിന്റെ നയങ്ങളോട്, അതിന്റെ തലപ്പത്തിരിക്കുന്ന ADGPയോട്, അതിൽ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനോട്, അതുപോലെ വിനോദിനോട്, ബെന്നിനോട് ഒക്കെ ഞങ്ങൾക്ക് വിരോധം. അവര് ഈ സേനയെ നാണം കെടുത്തി കളഞ്ഞു, അപമാനിച്ചു കളഞ്ഞു. അതിന് കാരണക്കാരൻ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ രാജിവെക്കണം. പോലീസ് വകുപ്പ് വേറെ ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണം. കേരളത്തിലെ പോലീസ് പഴയ പൈതൃകത്തിലേക്ക്, പഴയ പാരമ്പര്യത്തിലേക്ക്, പഴയ അഭിമാനത്തിലേക്ക് തിരിച്ചു വരണം. അത് പറയാനാണ് മുസ്ലിം യൂത്ത് ലീഗ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത്. ഈ മാർച്ച് കണ്ട് ഗവൺമെന്റ് നയം തിരുത്തിയില്ലെങ്കിൽ, പോലീസ് തിരുത്തിയില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരത്തിന് വേണ്ടി വെറുതെ സമരം ചെയ്യുന്നവരല്ല. മറ്റു രാഷ്ട്രീയക്കാരെ പോലെ വെറുതെ സമരത്തിന് വേണ്ടി സമരം ചെയ്യൂല, യഥാർത്ഥ കാരണത്തിന് വേണ്ടി സമരം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സമരം ഇത് സൂചന മാത്രമാണ്. പക്ഷേ ADGP രാജിവെക്കണം, പോലീസ് സേന നന്നാവണം, പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണം. എന്നിട്ട് കേരളത്തിലെ പോലീസിന്റെ പഴയ വീര്യവും അഭിമാനവും തിരിച്ചെടുക്കാൻ വേണ്ടപ്പെട്ടവർ മുന്നോട്ട് വരണം. അത് വരാത്ത സാഹചര്യം ഉണ്ടായാൽ, അത് വരുന്നത് വരെ സമരരംഗത്ത് മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തേണ്ട ആളുകൾ RSSന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും
കീശയിലെ പാവകളായിക്കൊണ്ടാണ് ഈ രാജ്യത്ത് ക്രമസമാധാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കാൻ ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയന് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വാല് ഇവരുടെ അമ്മിച്ചുവട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം ഇന്നിവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സൂചനയാണ്. കേരളത്തിൽ ഇത്രയും കാലം നമ്മൾ ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് RSSന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, RSSന് വേണ്ടിയിട്ട് കേരളത്തിൽ കളമൊരുക്കാൻ മടിക്കാത്ത, RSSന് വിജയിക്കാൻ വേണ്ട എല്ലാ പശ്ചാത്തലവും ഒരുക്കാൻ മടിക്കാത്ത, കേരളത്തിലെ RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വന്നിട്ടില്ല കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് RSSന്റെ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയനുമാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കേരളത്തിന്റെ പോലീസിന്റെ അവസ്ഥ ഇന്ന് ഏത് രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ADGP, കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള ADGP, ആ ADGP ആണ് ഇന്നത്തെ വാർത്തയിൽ പറയുന്നത് RSSുമായിട്ട് ചർച്ച നടത്തിയെന്ന്. ADGP RSSുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നു. ഇത്തരത്തിൽ നമുക്കറിയാം, ഇന്ന് ഇത്രയും കാലം മലപ്പുറത്തിന്റെ മുൻ SP ആയിരുന്ന മലപ്പുറത്തിന്റെ മുൻ SP എത്രത്തോളം കാലം ഈ മലപ്പുറത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. സുജിത് ദാസിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഒരുപാട് വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കഷ്ടപ്പെടുത്തുന്ന നിലപാടായിരുന്നു സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം മലപ്പുറം ജില്ല 2021 മുമ്പും 2021 ശേഷവും മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള ക്രൈമുകളുടെ നമ്പറുകൾ വന്നിട്ടുള്ള വ്യത്യാസം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ഇത് സംഭവിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ പോലീസിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വളരെ അഭിമാനത്തോടുകൂടെ ഒരു കാലത്ത് പറഞ്ഞിരുന്ന പോലീസ് ഫോഴ്സ് ഇന്ന് നമുക്ക് പറയാൻ പറ്റും ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ ആയിരക്കണക്കിന് നല്ല ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്ന ഫോഴ്സാണ് കേരളത്തിന്റെ പോലീസ് ഫോഴ്സ്. ഒരുപാട് അഭിമാനം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇന്നതിന്റെ അവസ്ഥ? ഇത് ആലോചിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പോലീസുകാരും തലതായിട്ട് നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടാ ഗ്യാങ് എടുത്ത് വെച്ച് നോക്കിയാൽ അത് ദാവൂദ് ഇബ്രാഹിമിന്റെ D ഗ്യാങ്ങോ അല്ലെങ്കിൽ പെരുമ്പാവൂർ അനസിന്റെ ബ്ലാക്ക് ഗ്യാങ്ങോ ഒന്നുമല്ല. കേരളത്തിലെ കേരള പോലീസാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടായിസം എന്ന്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നൊട്ടോറിയസ് സംഘം എന്ന് പറയാൻ യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഡക സംഘം എന്ന് പറയുന്നത് ഇന്ന് കേരള പോലീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ അനാവശ്യമായിട്ട് കേസുകൾ എടുത്തുകൊണ്ട്, ആയിരക്കണക്കിന് ആളുകളെ 10,000 ഫൈനടിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പണപ്പിരിവ് നടത്തുന്ന, ഗുണ്ടാപിരിവ് നടത്തുന്ന സംഘമായിട്ട് കേരളത്തിലെ പോലീസ് അധപ്പതിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ രീതിയിലേക്ക് ഇതിനെ മാറ്റിയതാണ്. ഇതിന് കൃത്യമായ അജണ്ടകൾ വെച്ചുകൊണ്ട് RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് RSSന്റെ കളസമിട്ടുകൊണ്ട് RSSന് ദാസപ്പണിയെടുക്കുന്ന സുജിത് ദാസിനെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് തുടക്കമെങ്കിൽ യൂത്ത് ലീഗിന്റെ സൂചന സമരമായിട്ട് പോലും നിങ്ങൾ ഇതിനെ കാണേണ്ടതില്ല. സൂചന സമരം ഇതിനേക്കാൾ നന്നായ രീതിയിൽ, ഇതിനേക്കാൾ ആളുകളെ കൂട്ടിക്കൊണ്ട്, ഇതിനേക്കാൾ വലിയ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നടത്താൻ യൂത്ത് ലീഗിന് സാധിക്കും. അതുകൊണ്ട് ഇനി എങ്കിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഏക ആയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന, പ്രതിസന്ധികൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഓരോ പോലീസ് സ്റ്റേഷനും. ആ പോലീസ് സ്റ്റേഷനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും, ഈ കേരളത്തിന്റെ ഇത്രയുമുള്ള കേരള ചരിത്രത്തിന് ശേഷമുള്ള, രൂപീകരണ ചരിത്രത്തിന് ശേഷമുള്ള ഇത്രയും കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള, ഏറ്റവും പരാജിതനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ശ്രീമാൻ പിണറായി വിജയനാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.